अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे। ഓം നമോ ഭഗവതേ വാസുദേവായ. രാമായണ പാരായണം 9-ാം ദിവസം. ആരണ്യകാണ്ഡം. രാവണൻ സീതാപഹരണത്തിനായി പദ്ധതിയിടുന്നു. അധികം താമസിയാതെ നടക്കാനിരിക്കുന്ന യുദ്ധം കാണുന്നതിനായി ദേവന്മാരും സ്വർഗത്തിലെ ഋഷിമാരും ആകാശത്തിൽ സകൗതുകം അണിനിരന്നു. രാക്ഷസന്മാർ അരികത്തണഞ്ഞുകൊണ്ടിരിക്കെ രാമൻ അനുജനോട് താൻ കാണുന്ന ശുഭശകുനങ്ങളെക്കുറിച്ച് വിസ്തരിക്കുകയായിരുന്നു. എന്റെ ബാണങ്ങൾ ആനന്ദഭരിതങ്ങളാണ്. എന്റെ വില്ലും ഉത്സാഹത്താൽ ഇളകുന്നു. എന്റെ വലം കൈയാകട്ടെ തുടിക്കുന്നു. പ്രിയ ലക്ഷ്മണ, സീതയെ ഒരു ഗുഹയ്ക്കുള്ളിലാക്കി അവളെ സശ്രദ്ധം കാത്തുകൊള്ളുക. ഞാൻ ഈ നിശാചരന്മാരെ ദ്രുതഗതിയിൽ കൊന്നൊടുക്കാം. സീതാലക്ഷ്മണന്മാർ ഗുഹയ്ക്കുള്ളിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ രാമൻ തന്റെ ജ്വലിക്കുന്ന കാഞ്ചന പടച്ചട്ടയണിഞ്ഞു. രാക്ഷസന്മാർ അതിഘോരമായി അട്ടഹസിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. ഉഗ്രകോപം സംഭരിച്ച് രാമൻ സ്വയം ഒരു ഭയങ്കര രൂപം സ്വീകരിച്ചു. സൈന്യം രാമനെ ചുഴന്നു നിന്ന് അവരുടെ ഗദകൾ, ശൂലങ്ങൾ, ഖഡ്ഗങ്ങൾ, കോടാലികൾ തുടങ്ങി സർവവും രാമന്റെ നേർക്ക് എറിയുവാൻ ആരംഭിച്ചു. 1000 അസ്ത്രങ്ങൾ ഖരനുമയച്ചു. അസ്ത്രശസ്ത്രങ്ങൾ അത്രയും വെട്ടിമുറിക്കുവാൻ രാമബാണങ്ങൾക്ക് കഴിഞ്ഞു. ആഴമേറിയ മുറിവുകളിൽ നിന്ന് രക്തം ധാരധാരയായി വാർന്നൊഴുകുന്നുണ്ടായിരുന്നുവെങ്കിലും രാമന് വേദനയേതും തോന്നിയില്ല. 1000 ശരങ്ങളാൽ രാമൻ രാക്ഷസന്മാരുടെ അസ്ത്രശസ്ത്രങ്ങളും ഒപ്പം അവരുടെ കൈകാലുകളെയും ഖണ്ഡിച്ചു. അനേകം നിശാചരന്മാർ അവരുടെ അശ്വഗജങ്ങളോടൊപ്പം ഉയിരറ്റ് നിലംപതിച്ചു. അവരുടെ തേരുകൾ ഛിന്ന ഭിന്നങ്ങളായി തീർന്നു. അവശേഷിച്ച രാക്ഷസന്മാർ ആളിക്കത്തിയ പ്രതികാരവാഞ്ചയിൽ ശരമാരി വർഷിച്ചു. എന്നാൽ രാമൻ അവയെയെല്ലാം നിഷ്പ്രയാസം ഭേദിച്ചുവെന്ന് മാത്രമല്ല, അതിനിടയിൽ കൂടി രാക്ഷസഹൃദയങ്ങളെ തുളയ്ക്കുവാനും അദ്ദേഹത്തിന്റെ ബാണങ്ങൾക്ക് കരുത്തുണ്ടായി. വിചിത്രമായ അനേകം ശിരസ്സുകൾ നിലത്തു വീണുരുണ്ടപ്പോൾ ബാക്കിയായ രജനീചരന്മാർ ഭയന്നോടി ഖരന്റെ അരികിലെത്തി അഭയം പ്രാപിച്ചു. ദൂഷണൻ അപ്രതീക്ഷിതമായി രാമന്റെ നേർക്ക് കുതിച്ചു ചാടിയപ്പോൾ അവന്റെ ധൈര്യം കൊണ്ട് പ്രേരിതനായ ചില രാക്ഷസന്മാരും സഹായത്തിനെത്തി. തത്സമയം രാമൻ ഗന്ധർവൻ നൽകിയ ശസ്ത്രങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ ഒന്ന് തിരഞ്ഞെടുത്തു. അതിന്റെ പ്രഭാവം കാരണമായി 1000 ശരങ്ങൾ വില്ലിൽ നിന്നൊഴുകി സൂര്യബിംബത്തെ പോലും മറിച്ച് അവിടെയെല്ലാം ഇരുട്ടാക്കി തീർത്തു. 1000കണക്കിന് രാക്ഷസന്മാരുടെ ചിതറിയ ശരീരഭാഗങ്ങളും മൃതശരീരങ്ങളും അവിടെ കുന്നുകൂടുവാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന 5000-ഓളം രാക്ഷസന്മാരെ അണിചേർത്ത് രാമനെ ആക്രമിക്കുവാൻ ആഹ്വാനം നൽകി ദൂഷണൻ. തൽഫലമായി ഉണ്ടായ യുദ്ധത്തിൽ ദൂഷണൻ ധീരധീരം പോരാടി രാമനെ ഉഗ്രകോപാലുവാക്കി തീർത്തു. തന്റെ ശരങ്ങളെയെല്ലാം വിജയകരമായി പ്രതിരോധിച്ച ദൂഷണനെ ലക്ഷ്യമാക്കി കോപിഷ്ഠനായ രാമൻ ശക്തിയേറിയ ഒരു അമ്പെയ്തു. ദൂഷണന്റെ ധനുസൊടിഞ്ഞ് 2 തുണ്ടായി. മറ്റൊരു ബാണത്താൽ തേരാളിയെ വധിച്ചു. അനന്തരം 3 ബാണങ്ങളാൽ ദൂഷണന്റെ വക്ഷസ്സിനെയും പിളർന്നു. അത്യുൽക്കടമായ വേദന അനുഭവിച്ചിരുന്നിട്ടും ദൂഷണൻ ഒരു ഗദയുമെടുത്ത് രഥത്തിൽ നിന്ന് ചാടി ഭൂമിയിലിറങ്ങി രാമന്റെ നേർക്ക് കൊടുങ്കാറ്റുപോലെ ശക്തിയോടെ കുതിച്ചു ചെന്നു. പക്ഷേ 2 ശരങ്ങളാൽ അവന്റെ കൈകളെ ഛേദിച്ച രാമൻ മൂന്നാമതൊരു ശരമെയ്ത് അവന്റെ പ്രാണനെയും എടുത്തു. പ്രതികാരേച്ഛയോടെ അവശേഷിച്ച രാക്ഷസന്മാർ രാമന്റെ നേർക്ക് പാഞ്ഞു വന്നപ്പോൾ മനോവേഗത്തിൽ രാമൻ 5000 അമ്പ് തൊടുത്തുവിട്ടു. ഉൽക്കകൾ എന്നോണം പ്രകാശം ചിന്തിയ ആ ബാണങ്ങളേറ്റ് സർവ്വരാക്ഷസന്മാരും ഒന്നൊഴിയാതെ യമപുരിയിലേക്ക് യാത്രയായി. ഇത് കണ്ട് ഖരൻ തന്റെ അരികിൽ നിന്നിരുന്ന ബാക്കി സൈനികരെയും ആക്രമണോത്സുകരാക്കി രാമന്റെ നേർക്കയച്ചു. അവരെയും താമസം വിന കാലപുരിക്കയച്ചു രാമൻ. അങ്ങനെ ദണ്ഡകാരണ്യം 14000 രാക്ഷസന്മാരിൽ നിന്നും വീണ രക്തം അണിഞ്ഞ് ചുവന്ന ചെളിമണ്ണിന്റെ മഹാസാഗരമായി മാറി. ഖരൻ
ത്രിശിരസ്, ഒരു കൂട്ടം രാക്ഷസന്മാർ എന്നിവർ മാത്രമാണ് ജീവനോടെ ബാക്കിയായത്. ഖരൻ ആക്രമണത്തിന് തയ്യാറായപ്പോൾ അവന്റെ സേനാപതി ത്രിശിരസ് അപേക്ഷിച്ചു അവന് ആദ്യത്തെ ഊഴം നൽകണമെന്ന്. ഖരൻ സമ്മതമേകിയപ്പോൾ ശരമാരി ഉതിർത്തുകൊണ്ട് അവൻ രാമന് നേരെ തേർനയിച്ചു. നെറ്റിത്തടം അസ്ത്രങ്ങളേറ്റു മുറിഞ്ഞപ്പോൾ വർദ്ധിച്ച ക്രോധത്തോടെ രാമൻ ത്രിശിരസിന്റെ സുതനെയും അശ്വങ്ങളെയും വധിച്ചു. പിന്നീട് രഥധ്വജത്തെ മറിച്ചിട്ടു. അനന്തരം തന്റെ ക്ഷതം പറ്റിയ തേരിൽ നിന്ന് ത്രിശിരസ് നിലത്തിറങ്ങവേ രാമൻ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ഒരു ആഗ്നേയാസ്ത്രം പായിക്കുകയും വേറെ 3 ശരത്താൽ അവന്റെ 3 ശിരസുകളെയും ഛേദിച്ചിടുകയും ചെയ്തു. എന്നിട്ടും അവശേഷിച്ച ഏതാനും രാക്ഷസന്മാരെയും കൂട്ടി ഖരൻ രാമനെ ആക്രമിക്കുകയാണ് ചെയ്തത്. പിന്നീടുണ്ടായ അതിഘോര യുദ്ധത്തിൽ ശരവർഷത്താൽ ആകാശം മൂടപ്പെടുകയും സൂര്യൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. രാമന്റെ സമീപത്തേക്ക് രഥം നയിച്ച് കൗശലപൂർവം ഖരൻ രാമന്റെ വില്ല് രണ്ടായി ഒടിച്ചു. ഉടനടി തന്നെ 1000 അസ്ത്രങ്ങളാൽ രാമന്റെ കവചം ഛിന്ന ഭിന്നമാക്കുകയും അവ നിലത്തെങ്ങും ചിതറി വീഴുകയും ചെയ്തു. രാമന്റെ കൈകാലുകൾ വ്രണപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം ശാന്തനായി വിഷ്ണുവിന്റെ ചാപമെടുത്ത് കുലച്ചു. അനന്തരം ഖരന്റെ അടയാളചിഹ്നം മുറിച്ചുകളഞ്ഞു. അതിന് പ്രതികാരമായി ഖരൻ രാമനെ കഠിനമായി മുറിവേൽപ്പിച്ചു. വർദ്ധിച്ച രോഷത്താൽ രാമൻ ബാണങ്ങൾ തൊടുത്തുവിട്ട് ഖരന്റെ ശിരസ്, കൈകൾ, വക്ഷസ് എന്നിവിടങ്ങളിൽ ആഴമുള്ള വ്രണമുണ്ടാക്കി. തദനന്തരം 13 ശരങ്ങളാൽ അവന്റെ സൂതനെയും അശ്വങ്ങളെയും വധിച്ച് തേരും തകർത്ത് തരിപ്പണമാക്കി. അവയിൽ അവസാനത്തെ ശരം മിന്നൽ പ്രഭയോടെ വന്ന് ഖരന്റെ നെഞ്ചു പിളർന്നു. ബോധക്ഷയത്താൽ ഖരൻ മറിഞ്ഞു വീണു. എങ്കിലും അതിവേഗം ബോധം വീണ്ടെടുത്ത അവൻ തകർന്ന രഥത്തിൽ നിന്നും നിലത്തു ചാടി ഗദയുമേന്തി രാമന്റെ മുന്നിൽ നിന്നു. രാമൻ പറഞ്ഞു, "അല്ലയോ ക്രൂരനും പാപിയുമായ രാക്ഷസ, സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേദന സമ്മാനിക്കുവാനായി മാത്രം ഉപയോഗിച്ച നീ ശപിക്കപ്പെട്ടവനാകുന്നു. നിന്റെ തല ഛേദിച്ച് നിന്നെ ശിക്ഷിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ." കലിയിളകിയ ഖരൻ അലറി, "നരാധമ, യഥാർത്ഥത്തിൽ ധീരനായുള്ളവർ സ്വന്തം കഴിവുകളെക്കുറിച്ച് മേന്മ പറയാറില്ല." വാക്കുകളോടൊപ്പം സ്വന്തം ഗദ ചുഴറ്റി രാമന്റെ നേർക്കൊരേറും കൊടുത്തു ഖരൻ. ജ്വലിക്കുന്ന ആ ഗദ അതിന്റെ പാതയിലുണ്ടായിരുന്ന എല്ലാ വൃക്ഷങ്ങളെയും കുറ്റിക്കാടുകളെയും ഭസ്മീകരിച്ചുകൊണ്ട് മുന്നോട്ടു നീങ്ങി. ആകാശത്ത് പറന്നുകൊണ്ടിരിക്കവേ തന്നെ രാമബാണങ്ങൾ അതിനെ ഭേദിച്ച് ചിതറിപ്പിച്ചു. വീണ്ടും രാമനും ഖരനും പരുഷവാക്കുകൾ കൈമാറി. നിരായുധനായ ഖരൻ ഒരു വലിയ പൈൻമരം വേരോടെ പിഴുതെടുത്ത് കറക്കി ആയത്തിലതിനെ രാമന്റെ മേലെറിഞ്ഞു. എന്നിട്ട് ഉച്ചത്തിൽ അലറി, "നിന്റെ മരണമിതാ വന്നെടുത്തു." പക്ഷേ രാമൻ ആ ഭീമൻ മരത്തെയും ഖണ്ഡിച്ച് പല തുണ്ടുകളാക്കി. യുദ്ധത്തിനൊരു വിരാമമിടണമെന്ന് കരുതി രാമൻ 1000 അസ്ത്രങ്ങൾ ഒന്നിച്ചു വർഷിച്ചു. ശരീരമാസകലം രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ടിരുന്ന വേളയിലും രാമന് നേർക്ക് കുതിച്ചു ചാടി അതിശക്തമായൊരു ആക്രമണം നടത്തുവാൻ അവസാന ശ്രമം നടത്തി ഖരൻ. തന്റെ നേർക്ക് കുതിച്ചു ചാടുന്ന ഖരന്റെ മാറ് ആഗ്നേയാസ്ത്രത്താൽ പിളർന്നു രാമൻ. ആഗ്നേയാസ്ത്രം നെഞ്ചു തുളച്ചപ്പോൾ അവൻ ഒരു തീപ്പന്തമായി ജ്വലിച്ചു. താമസം വിന അവൻ ജീവസറ്റ് നിലം പതിക്കുകയും ചെയ്തു. ദേവന്മാരെ രാമന്റെ വിജയം അത്യാഹ്ലാദവാന്മാരാക്കി. മംഗളവാദ്യഘോഷങ്ങൾ മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്ത് അവർ രാമന്റെ അതിശയകരമായ യുദ്ധപാടവത്തെക്കുറിച്ച് സ്തുതിഗീതങ്ങൾ ആലപിച്ചു. കാരണം വെറും 1.5 മണിക്കൂർ കൊണ്ട് രാമൻ വനത്തിലുണ്ടായിരുന്ന സർവ്വ രാക്ഷസന്മാരുടെയും ഉന്മൂലനാശനം വരുത്തിയിരുന്നു. അഗസ്ത്യരാൽ നയിക്കപ്പെട്ട ഒരു മഹാഋഷി സംഘം അവിടെ പ്രത്യക്ഷപ്പെട്ട് രാമനോടുരച്ചു. ഇന്ദ്രൻ ശരഭംഗ മുനിയെ സന്ദർശിച്ചതിന്റെ ഉദ്ദേശം ഇതായിരുന്നു: താങ്കളെ ഇവിടേക്ക് വരുത്തി ഈ കിരാതന്മാരെ നശിപ്പിക്കുക. ഇതിനു വേണ്ടിയത്രേ ആ മുനിശ്രേഷ്ഠൻ താങ്കളോട് ഇവിടെ വന്ന് വാസമുറപ്പിക്കാൻ ഉപദേശിച്ചതും. സീതയും ലക്ഷ്മണനും ഗുഹയിൽ നിന്ന് ബഹിർഗമിച്ചു. രാമൻ സുരക്ഷിതനാണെന്ന് കണ്ട സീത ആനന്ദാതിരേകത്താൽ ഓടിവന്ന് രാമനെ ആലിംഗനം ചെയ്തു. തത്സമയം കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട അകമ്പൻ എന്ന ഒരു രാക്ഷസൻ ലങ്കയിലേക്ക് മടങ്ങി. 2 സഹോദരന്മാരും കൂട്ടരും വധിക്കപ്പെട്ട ദുഃഖവാർത്ത രാവണനെ അറിയിച്ചു. രാവണന്റെ മുഖം ക്രോധം കൊണ്ട് തുടുത്തു.
സ്വന്തം മരണത്തെ ക്ഷണിച്ചു വരുത്തുവാനായിക്കൊണ്ട് ആരാണീ ഹീനകൃത്യം എനിക്കെതിരെ ചെയ്തത്? ഇന്ദ്രൻ, യമൻ, വിഷ്ണു, ആരായാലും അവൻ രക്ഷപ്പെടുകയില്ല. ഉടനെ പറയൂ, ആരാണവൻ? ഇത്തരത്തിൽ വികാരവിക്ഷുബ്ധനായി അലറിയ രാവണനെ കണ്ട് അകമ്പനൻ കമ്പിതനായി കേണു. പ്രഭോ, ഞാൻ എല്ലാ വിവരവും കൃത്യമായി അങ്ങയെ ധരിപ്പിക്കാം. പക്ഷേ എന്റെ സത്യസന്ധമായ വർണ്ണന കേട്ട് ക്ഷുഭിതനായിട്ട് അങ്ങ് എന്നെ ശിക്ഷിക്കുകയില്ലെന്ന് ഉറപ്പു തരണം. രാവണൻ നൽകിയ ഉറപ്പിന്മേൽ അകമ്പനൻ ഇപ്രകാരം അറിയിച്ചു. അങ്ങയുടെ 2 സഹോദരന്മാരും അവരുടെ 10,000-ൽ പരം പടയാളികളും ദശരഥപുത്രനാൽ കേവലം ഒരു മനുഷ്യനാൽ അറുംകൊല ചെയ്യപ്പെടുകയായിരുന്നു. രാവണൻ ആരാഞ്ഞു. ഈ രാമൻ ദേവകളുടെ സഹായത്തോടെയാണോ യുദ്ധം ചെയ്തത്? അകമ്പനൻ മറുപടി പറഞ്ഞു. ഇല്ല പ്രഭോ, സ്വന്തം സഹോദരന്റെ സഹായം കൂടിയുമില്ലാതെ രാമൻ ഏകനായാണ് ഇവരെയെല്ലാം വധിച്ചത്. രാമന്റെ യുദ്ധപാടവം അതിശ്രേഷ്ഠമാകയാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിന് ഈ കൃത്യം മുഴുമിപ്പിക്കുവാനായി. ആർക്കും അവനെ അധിക നേരം നേരിടുവാനാവുകയില്ല. അവന് കോപം വന്നാൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നശിക്കപ്പെട്ടേക്കാമെന്ന് തോന്നും. രാവണൻ രൗദ്രനായി പ്രഖ്യാപിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ ജനസ്ഥാനത്തിലേക്ക് പുറപ്പെടുകയായി. ആ രാമലക്ഷ്മണന്മാരെ നിഗ്രഹിക്കുവാൻ. ഞാൻ കാണട്ടെ അവരുടെ ധീരത. സ്വന്തം യജമാനന്റെ നന്മയ്ക്കായി അകമ്പനൻ മുന്നറിയിപ്പ് നൽകി. ദയവ് ചെയ്ത് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് പ്രഭോ. രാമന്റെ കഴിവുകളെ നിസ്സാരമാക്കി തള്ളരുത്. ഈ പ്രപഞ്ചത്തെ ആസകലം സംഹരിക്കുവാനും പുനഃസൃഷ്ടിക്കുവാനും പ്രഭാവമുള്ളവനാണ് രാമൻ. ദേവന്മാരും അസുരന്മാരും ഒത്തുചേർന്ന് ആക്രമിക്കുകയിൽ കൂടിയും രാമനെ നിഗ്രഹിക്കുക സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിനാൽ ശക്തി കൊണ്ട് അവനെ ജയിക്കാമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുകയേ വേണ്ട. പക്ഷേ ഞാൻ വേറൊരു ഉപായം കണ്ടുവച്ചിട്ടുണ്ട്. അവന്റെ ഭാര്യ സീത അതുല്യ സുന്ദരിയും 1000 പൂർണ്ണചന്ദ്രന്മാർ തോൽക്കുന്ന മുഖശ്രീയുള്ളവളുമാണ്. സ്ത്രീത്വത്തിന്റെ എല്ലാ വശ്യതകളും അവളിലുണ്ട്. അതേസമയം പാതിവ്രത്യത്തിന്റെയും കുലീനതയുടെയും മൂർത്തിമത് ഭാവവുമാണവൾ. എനിക്ക് തോന്നുന്നത് സീതയെ പിരിഞ്ഞാൽ രാമന് അസ്തിത്വമില്ല എന്നാണ്. അതിനാൽ അങ്ങ് അവിടേക്ക് പോയി സീതയെ കടത്തിക്കൊണ്ടു പോരുകയാണ് ഏറ്റവും മധുരമായ പ്രതികാരം. ഈ ആശയം രാവണന് ഏറെ പഥ്യമായി തോന്നി. അല്പനേരം ചിന്താധീനനായിരുന്ന ശേഷം രാവണൻ പറഞ്ഞു. നിന്റെ ഉപായം അത്യുഗ്രം. എന്റെ രഥത്തിലേറി നാളെ തന്നെ ഞാൻ പഞ്ചവടിയിലേക്ക് യാത്ര തിരിക്കും. സീതയെ സസന്തോഷം കടത്തിക്കൊണ്ടുവരികയും ചെയ്യും. അകമ്പനനെ യാത്രയാക്കിയ ശേഷം രാവണൻ നേരെ ചെന്നത് താടകാസുതനായ മാരീചന്റെ ആശ്രമത്തിലേക്കാണ്. രാവണനെ കാൽക്കഴുകി വന്ദിച്ച് സ്വീകരിച്ച മാരീചൻ അഭിപ്രായപ്പെട്ടു. അല്ലയോ രാക്ഷസപ്രഭോ, താങ്കളുടെ തികച്ചും അപ്രതീക്ഷിതമായ ഈ സന്ദർശനം എന്റെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്നു. കാര്യം അത്രയ്ക്കും ഗൗരവതരമായിരിക്കണമെന്ന് ഞാൻ ഊഹിക്കുന്നു. അല്ലാത്ത പക്ഷം അങ്ങ് നേരിട്ട് ഇവിടെ ആഗതനാകുമായിരുന്നില്ല. രാവണൻ മറുപടി പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. ജനസ്ഥാനത്തിൽ ഞാൻ വിന്യസിച്ചിരുന്ന സൈന്യത്തെ ആകമാനം രാമൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ പാടെ നശിപ്പിച്ചിരിക്കുന്നു. അവന്റെ അനുജൻ ലക്ഷ്മണൻ ശൂർപ്പണഖയ്ക്ക് അംഗഭംഗം വരുത്തിയതിനാൽ പ്രതികാര വാഞ്ചയോടെ ഗരനും ദൂഷണനും അവരെ സമീപിച്ചു. എന്റെ അനുജന്മാർ അജയ്യന്മാരാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവരുടെ സൈന്യത്തോടൊപ്പം അവരും കൊല്ലപ്പെട്ടു. അതുകൊണ്ട് മാരീച, രാമന്റെ പത്നി സീതയെ മോഷ്ടിക്കുവാൻ നീ എന്നെ സഹായിക്കണം. നടുങ്ങി വിറച്ച മാരീചൻ ശക്തമായി പ്രതികരിച്ചു. ഈ ആശയം അങ്ങേക്ക് തന്നതാരായാലും അവൻ സ്നേഹിതന്റെ ഭാവത്തിൽ വന്ന ഹീനശത്രുവാണ്. ഈ വിഡ്ഢിത്തം പ്രാവർത്തികമാക്കിയാൽ സർവനാശമായിരിക്കും അങ്ങേക്ക് കിട്ടുന്ന ഫലം. കാരണം രാമൻ വിഷ്ണു ഭഗവാനെ പോലെ അളവറ്റ വീര്യത്തിനുടമയാണ്. അത്യഗാധമായ സാഗരമാണ് രാമൻ. മുതലകളാണ് അദ്ദേഹത്തിന്റെ വില്ലുകൾ. ചുഴികളാണ് അദ്ദേഹത്തിന്റെ പ്രബലമായ ബാഹുക്കൾ. ഒരിക്കലും അടങ്ങാത്ത അലമാലകളാണ് അദ്ദേഹത്തിന്റെ ബാണങ്ങൾ. ഒരു കരയിൽ നിന്ന് മറുകര വരേക്കുള്ള ദൂരം ശത്രുക്കളെ മുക്കിക്കൊല്ലുന്ന ഒരു യുദ്ധഭൂമിയും. രാക്ഷസ രാജാവേ, കോപമടക്കി ലങ്കയിലേക്ക് മടങ്ങുന്നതാണ് താങ്കൾക്ക് അഭികാമ്യം. താങ്കൾ ലങ്കയിൽ സ്വന്തം ഭാര്യമാരുമായി ജീവിതം ആസ്വദിക്കുക.
രാമനെ അദ്ദേഹത്തിന്റെ പത്നിയുമായി ദണ്ഡകവനത്തിൽ സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കുക. അല്ലാത്ത പക്ഷം താങ്കൾ അനാവശ്യമായി അതിഘോര വിപത്ത് ക്ഷണിച്ചു വരുത്തുന്നതായിരിക്കും. മാരീചന്റെ ഉപദേശം ശിരസാ വഹിച്ച് രാവണൻ ലങ്കയിലേക്കുള്ള തന്റെ രാജകീയ പ്രൗഢി എടുത്തുകാട്ടുന്ന കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഇതേ സമയം രാക്ഷസന്മാരുടെയെല്ലാം കൂട്ടക്കശാപ്പ് കാണാനിടയായ ശൂർപ്പണഖ തന്റെ സഹോദരനെ കാണാനെത്തി. രാവണന് 10 തലയും 20 ബാഹുക്കളുമുണ്ടായിരുന്നു. അവന്റെ ശരീരമാകെ പണ്ടത്തെ യുദ്ധങ്ങളുടെ മുറിപ്പാടുകളും വടുക്കളും നിറഞ്ഞിരുന്നു. വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രത്തിൽ നിന്നുണ്ടായ വടുക്കളും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഒരിക്കൽ രാവണൻ ഭോഗവതി ആക്രമിച്ച് വാസുകി, തക്ഷകൻ എന്നിവരെ പരാജിതരാക്കിയ ശേഷം തക്ഷകന്റെ ഭാര്യയെ ബലാത്കാരേണ കടത്തിക്കൊണ്ടുവന്നു. കുബേരനെ കീഴടക്കിയ ശേഷം അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനം കൈക്കലാക്കി. നീചമായ പകയോടെ നന്ദനവനം പോലെയുള്ള സ്വർഗീയ ആരാമങ്ങളെ നശിപ്പിച്ചു. വളരെ കാലങ്ങൾക്ക് മുമ്പ് രാവണൻ അതികഠിനമായ തപസ് അനുഷ്ഠിച്ചിരുന്നു. 10,000 വർഷങ്ങൾക്ക് ശേഷവും ഉദ്ദേശിച്ച ഫലമുണ്ടായില്ല. അപ്പോൾ രാവണൻ തന്റെ ശിരസുകൾ ഓരോന്നായി അറുത്ത് ഹോമാഗ്നിയിൽ ബ്രഹ്മാവിനായി കൊണ്ട് സമർപ്പിച്ചു. സംപ്രീതനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് വരം നൽകി. ബ്രഹ്മവരമനുസരിച്ച് മനുഷ്യർക്കൊഴികെ മറ്റ് യാതൊരു ജീവികൾക്കും രാവണനെ വധിക്കുവാൻ സാധ്യമല്ല എന്നു വന്നു. അനുഗ്രഹം ലഭ്യമായതോടെ അഹങ്കാരിയായി തീർന്ന രാവണൻ ബ്രാഹ്മണരെ കൊന്നൊടുക്കുകയും അവരുടെ യാഗങ്ങളും ഹോമങ്ങളും ഭംഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ദേവകൾക്ക് രാവണൻ മാംസത്തിനിടയിലെ മുള്ളായി മാറി. വിഷ്ണു ഭഗവാനോട് അവർ കേണപേക്ഷിച്ചു രാവണനിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന്. 7 മാളികയിൽ സുവർണ സിംഹാസനത്തിലിരുന്ന രാവണനെ തന്റെ അംഗഭംഗം വന്ന മുഖം കാണിക്കാനെത്തി ശൂർപ്പണഖ. വികാര വിക്ഷോഭത്താൽ ഇളകിമറിഞ്ഞ ശൂർപ്പണഖ ദുർഭാഷണം ചെയ്തു. അല്ലയോ പ്രിയ സോദര, ആസന്നമായിരിക്കുന്ന അത്യാപത്തിനെ തൃണവൽഗണിച്ച് അങ്ങിപ്പോഴും വിഷയാസക്തനായി സുഖിച്ചു ജീവിക്കുകയാണല്ലേ? സ്വന്തം ഭോഗവാസനകളെ തൃപ്തിപ്പെടുത്തുവാനായി മാത്രം ജീവിക്കുന്ന ഒരു രാജാവിനെ ജനങ്ങൾ വെറുക്കും, നിസ്സംശയം. അങ്ങയുടെ ചാരന്മാർ വന്നറിയിച്ചതല്ലേ ജനസ്ഥാനത്തിലെ 14,000 രാക്ഷസന്മാരെ രാമൻ ഏകനായി വധിച്ചുവെന്ന വസ്തുത. സ്വന്തം സഹോദരന്മാരും കൊല്ലപ്പെട്ടുൾപ്പെടുന്നു എന്ന സത്യം. എന്നിട്ടും നിഷ്ക്രിയനായി സിംഹാസനത്തിലിരിക്കുന്ന അങ്ങ് അധികം നാൾ അതിലിരിക്കുകയില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു. നിർഗുണനായ രാജാവ് ജനങ്ങൾക്ക് അഭികാമ്യനല്ല തന്നെ. സ്വന്തം മന്ത്രിമാരുടെ മുന്നിൽ വെച്ച് ശൂർപ്പണഖ ഇത്രയും കഠിനമായി ഭർത്തിച്ചപ്പോൾ രാവണൻ ക്രോധം കൊണ്ട് ഉന്മത്തനായി. എങ്കിലും സ്വയം നിയന്ത്രിച്ച് ഒരു നിമിഷം ചിന്തിച്ച ശേഷം രാവണൻ സഹോദരിയോട് ആരാഞ്ഞു. ആരാണീ രാമൻ? എന്താണവന്റെ ഫലം? നിന്നെ ഇങ്ങനെ വിരൂപയാക്കിയത് അവനോ? പറയുക, എനിക്കെല്ലാം അറിയണം. ശൂർപ്പണഖ മറുപടി പറഞ്ഞു. വിടർന്ന താമരയിതൾ കണ്ണുകളും നീണ്ട ശക്തമായ ബാഹുക്കളുമുള്ള രാമൻ സാക്ഷാൽ കാമദേവനെ പോലെ ഇരിക്കും. ക്ഷത്രിയ വംശത്തിലെ വില്ലാളി വീരനാണെങ്കിലും മാൻതോലും മരവുരിയും ജടയും ധരിച്ചാണവൻ നടക്കുന്നത്. രാമന്റെ അനുജനാണ് ലക്ഷ്മണൻ. രാമന്റെ നിർദ്ദേശപ്രകാരം അവനാണ് എന്റെ കാതും മൂക്കും അരിഞ്ഞു തള്ളിയത്. രാമന്റെ പത്നിയുടെ പേര് സീത. ലക്ഷ്മി ദേവിയെപ്പോലെ സുന്ദരി, വിടർന്ന കണ്ണുകളും അനേകം പൂർണ്ണചന്ദ്രന്മാരെ നിഷ്പ്രഭമാക്കുന്ന മുഖകാന്തിയുമുള്ളവൾ. ഉരുകിയ കാഞ്ചനത്തിന്റെ ശോഭയാണ് അവളുടെ ദേഹത്തിന്. ഇടുങ്ങിയ അരയും വിടർന്ന അരക്കെട്ടും നിറഞ്ഞ മാറിടവും അവളെ അനുപമ ലാവണ്യവതിയാക്കുന്നു. രാവണ, സീതയെപ്പോലെ മറ്റൊരു സ്ത്രീ ഈ ലോകത്തിലില്ല. നീ അവളെ കണ്ടാൽ നിശ്ചയമായും പ്രേമോന്മത്തനായിത്തീരും. അവൾ നിനക്ക് ഏറ്റവും അനുയോജ്യമായ സഹധർമ്മിണിയായിരിക്കും. അവളെ കൈക്കലാക്കി നിനക്ക് കാഴ്ചവെക്കണമെന്ന ഉദ്ദേശത്തോടെ അവളുടെ അരികത്തണഞ്ഞ നേരത്താണ് ലക്ഷ്മണൻ എന്നെ വിരൂപയാക്കിയത്. സ്വയം വിശ്വസിക്കുന്ന പോലൊരു ധീരനാണ് നീ എങ്കിൽ എത്രയും വേഗേന പോയി സീതയെ തട്ടിക്കൊണ്ടുവരണം. ഇത്രയും കേട്ട രാവണൻ മനസ്സിൽ നിശ്ചയിച്ചുറച്ചു. സീതയെ ഏതു വിധേനയും സ്വന്തമാക്കണം. ഒരിക്കൽ കൂടി മാരീചാശ്രമത്തിലേക്കൊരു യാത്ര പോയി രാവണൻ.
തേരിൽ കടൽ താണ്ടി വന്ന രാവണനെ താപസവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മാരീചൻ ബഹുമാനപൂർവ്വം സ്വീകരിച്ച് ചോദിച്ചു, അല്ലയോ രാജാവേ, ഇത്രയും ശീഘ്രത്തിൽ എന്റെ ആശ്രമത്തിലേക്ക് മടങ്ങി വരുവാൻ എന്തേ കാരണം? രാവണൻ ഉത്തരം നൽകി, രാമൻ എന്റെ രാക്ഷസന്മാരെ കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയ വാർത്തയറിഞ്ഞ ശേഷം ഒരു നിമിഷം നേരത്തേക്ക് പോലും സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സീതയെ തട്ടിക്കൊണ്ടുപോരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനെനിക്ക് നിന്റെ സഹായം കൂടിയേ തീരൂ. ഇതിനായി ഞാൻ നല്ലൊരു പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്വർണ്ണ നിറത്തിൽ വെള്ളിപ്പൊട്ടുകളോടുകൂടിയ ഒരു പുള്ളിമാനായി നീ രൂപം മാറണം. എന്നിട്ട് സീതയുടെ കൺമുന്നിൽ തുള്ളിക്കളിക്കണം. അത്രയും ഭംഗിയുള്ള അത്ഭുത മൃഗത്തെ കണ്ട് മനം മയങ്ങിയ സീത തീർച്ചയായും ആ മാനിനെ സ്വന്തമാക്കുവാൻ ആശിക്കും. നീ രാമനെ ദൂരേക്ക് നയിക്കുമ്പോൾ നിരാലംബയായ സീതയെ മോഷ്ടിച്ചുകൊണ്ട് ഞാൻ ലങ്കയിലേക്ക് പോകും. അനന്തരം പ്രിയ പത്നി വിയോഗത്താൽ രാമൻ ദുഃഖിതനും അവശനുമാകുമ്പോൾ അവനെ വധിക്കുന്ന കാര്യം എനിക്ക് എളുപ്പമായി തീരും. രാമൻ എന്ന നാമധേയം ശ്രവിച്ച മാത്രയിൽ തന്നെ മാരീചൻ ഭയം കൊണ്ട് നടുങ്ങി. രാവണന്റെ പദ്ധതി കേട്ടപ്പോൾ അവന്റെ വായ ഭീതിയാൽ ഉണങ്ങി വരണ്ടു. കൂപ്പുകൈകളും തുറിച്ച കണ്ണുകളുമായി മാരീചൻ രാവണനെ ഗുണദോഷിച്ചു. അല്ലയോ പ്രഭോ, അങ്ങ് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ലങ്കയ്ക്കും രാക്ഷസകുലത്തിനും സർവനാശമായിരിക്കും ഫലം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങയുടെ കാമാസക്തിയും രാമന്റെ ഫലത്തെക്കുറിച്ചുള്ള അജ്ഞതയും കാരണം സ്വന്തം അന്ത്യത്തിലേക്ക് തന്നെയാണ് അങ്ങയുടെ കുതിച്ചുചാട്ടം. രാമന്റെ അതിശ്രേഷ്ഠമായ ഫലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ടു മതി സ്വന്തം നാശം സ്വയം ക്ഷണിച്ചു വരുത്തൽ. പണ്ട് സ്വന്തം അമാനുഷ ശക്തിയെക്കുറിച്ചുള്ള ഹുങ്കോടെ കയ്യിലൊരു ഗദയുമായി ഭൂമിയാകെ അലഞ്ഞു തിരിയുന്ന സ്വഭാവമാണ് എനിക്കുണ്ടായിരുന്നത്. ദണ്ഡകാരണ്യത്തിലെ മഹർഷിമാരുടെ മാംസം ഭക്ഷിച്ചാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഭയം കാരണം വിശ്വാമിത്രൻ ദശരഥ രാജാവിനെ സമീപിച്ച് തന്റെ യജ്ഞപരിരക്ഷണത്തിന് രാമന്റെ സഹായം അഭ്യർത്ഥിച്ചു. അതിനുശേഷം ഞാൻ യജ്ഞഭംഗത്തിനായി അവിടെ ചെന്നപ്പോൾ ഒരൊറ്റ ബാണം കൊണ്ട് രാമൻ എന്നെ സമുദ്രത്തിലേക്ക് ചുഴറ്റിയെറിഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അപ്പോൾ തന്നെ ലങ്കയിലേക്ക് മടങ്ങി. തീജ്വാല പോലെ നാവുള്ള മൂർച്ചയേറിയ കൊമ്പുള്ള ഒരു മാനിന്റെ രൂപം ധരിച്ച് ഞാൻ വീണ്ടും ഋഷികളുടെ രക്തം കുടിക്കുവാനായി ദണ്ഡകാരണ്യത്തിൽ അലഞ്ഞു തിരിഞ്ഞു. തദവസരത്തിൽ സീതാലക്ഷ്മണ സമേതനായി താപസവേഷത്തിൽ ദണ്ഡകാരണ്യത്തിൽ അലഞ്ഞു തിരിയുന്ന രാമനെ ഞാൻ വീണ്ടും കാണുവാനിടയായി. ആ സന്ദർഭം രാമനോട് പ്രതികാരം ചെയ്യുവാൻ ഞാൻ വിനിയോഗിച്ചു. പക്ഷേ കേവലം ഒരു താപസനെന്ന് കരുതി ഞാൻ ആക്രമിച്ചപ്പോൾ രാമൻ 3 അമ്പുകൾ എഴുത് എന്റെ 2 തോഴരെ അപ്പോൾ തന്നെ വകവരുത്തി. ജീവനും കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവരെ രാമബാണങ്ങൾ ഹനിക്കാറില്ല എന്നതുകൊണ്ട് മാത്രമായിരിക്കണം ഞാൻ രക്ഷപ്പെട്ടത്. അന്നു തൊട്ട് എന്റെ ഹൃദയത്തിൽ രാമനെ ഓർത്തുള്ള ഭയം ഒരു വിഭ്രാന്തിയായി മാറി. അതിന്റെ ഫലമായി ഹിംസയിലും യുദ്ധത്തിലും ഉണ്ടായിരുന്ന താല്പര്യം ഞാൻ ഉപേക്ഷിച്ചു. മറ്റുള്ളവരോടുള്ള ക്രൂരത വെടിഞ്ഞതോടെ എന്റെ ജീവിതം യോഗിയായ ഒരു സന്യാസിയുടേതായി മാറി. എന്നിട്ടും മനസമാനം എന്തെന്നത് എനിക്കിപ്പോഴും അറിയില്ല. കേവലം ഒരു മരം കാണുമ്പോൾ കൂടിയും മരമായി രൂപം മാറിയ രാമനാണോ അതെന്ന് നാം സംശയിക്കും. അങ്ങനെ ഈ കാനനമാകെയും മരങ്ങളായി മാറിയ രാമന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് ഭാവന ചെയ്ത് ഞാൻ പേടിച്ചു വിറച്ചാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ രാമനെ ഞാൻ എന്റെ സ്വപ്നങ്ങളിൽ കാണും. ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയവുമായി ഭയന്ന് വിറച്ച് ഞാൻ ഉണരും. ര എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ പോലും രഥം, രത്നം എന്നിങ്ങനെ കേൾക്കുന്ന മാത്രയിൽ എന്റെ ഹൃദയം വിറകൊള്ളുന്നു. രാമനെ അത്രമാത്രം ഞാൻ ഭയപ്പെടുന്നു. ആയതിനാൽ അല്ലയോ രാജാവേ, അങ്ങയുടെയും എന്റെയും നന്മയ്ക്കായി ഞാൻ ഉപദേശിക്കുന്നു, സീതയെ അപഹരിക്കാമെന്ന ചിന്ത ഉപേക്ഷിക്കണമെന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നാളെ നമുക്ക് മാരീചൻ മായപ്പൊന്മാനിന്റെ രൂപം സ്വീകരിക്കുന്നതും
സീതാ അപഹരണവും ശ്രവി